ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ കുളിച്ചൊരുങ്ങി അങ്ങോട്ടാന്നല്ലേ അമ്പലത്തേക്ക് തന്നെയാണ് കേട്ടോ. രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ ഒരു മൈൻഡ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ എറണാകുളത്തുള്ളൊരു ദിവസമാണ് തൃപ്പൂണിത്തുറയുള്ള പൂർണ്ണത്രി ക്ഷേത്രത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രസാദമൊക്കെ കിട്ടി. ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങി അമ്പലം വലം വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും അത്രയും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല പഴമ നിലനിർത്തി കൊണ്ടുവന്ന ഒരു അമ്പലമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ചോറ്റാനിക്കരയ്ക്കാണ്. ചോറ്റാനിക്കര ഞങ്ങൾ എറണാകുളം വരുന്ന സമയത്തൊക്കെ പോവാറുണ്ട്. അവിടെ ഇതുപോലെ തന്നെ തിരക്ക് കുറവായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വർക്കിംഗ് ഡേ ആണ്, പിന്നെ ഞാൻ ലീവായിരുന്നു ആ ദിവസം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി. രണ്ട് അമ്പലത്തിലും തിരക്കില്ലാത്തതുകൊണ്ട് സമാധാനത്തോടെ തൊഴുതിറങ്ങി ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശരവണ ഭവനിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് നിതിഞ്ചിനെ വീട്ടിലും ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് പോന്നു. പോരുന്ന വഴി ബോറടി മാറ്റാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി അങ്ങനെ പാലക്കാട് എത്തിയപ്പോഴേക്കും ഒരു 4 മണി സമയമായി. അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ NMR അപ്പ് ടൗണിൽ കയറി. അവിടെ എന്നും തിരക്കായിരിക്കും ഉച്ചയ്ക്കൊക്കെ വരുന്ന സമയത്ത്. ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അവിടുന്ന് ഓരോ ബിരിയാണിയൊക്കെ കഴിച്ച് എൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴി റംബൂട്ടാനും മാംഗോസ്റ്റീനൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാടെത്തി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.